സിനിമാ തലമുറകൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന മമ്മൂട്ടി കഥാപാത്രങ്ങളിലെ വേറിട്ട സൗന്ദര്യമാണ് പുലിവേട്ടക്കാരൻ വാറുണ്ണി. മമ്മൂട്ടിയുടെ ഗ്ലാമർ സ്റ്റാർഡം അഴിച്ചുവെപ്പിച്ച് ലോഹിതദാസിന്റെ രചനയിൽ ഐ.വി. ശശി പുലിയായി മാറിയ ചിത്രമായിരുന്നു മൃഗയ്യ. ചിത്രത്തിന്റെ ലൊക്കേഷനിൽ ആദ്യമായി കയറിവന്ന നിർമ്മാതാവ് KRG ഐ.വി. ശശിയോട് മമ്മൂട്ടിയെ അന്വേഷിച്ചു. ഐ.വി. ശശിയുടെ തൊട്ടടുത്ത് തന്നെ മമ്മൂട്ടി ഇരിപ്പുണ്ടായിരുന്നു. ഇതാ മമ്മൂട്ടിയെന്ന് ഐ.വി. ശശി ചൂണ്ടി. കറുത്ത വികൃത രൂപത്തിലുള്ള മമ്മൂട്ടിയെ കണ്ടതും KRG നെഞ്ചിൽ കൈവച്ചു. എന്റെ ദൈവമേ എന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഐ.വി. ശശിയോട് പറഞ്ഞു, ഇമാതിരി കോലം കെട്ട വേഷത്തിൽ മമ്മൂട്ടിയെ ഇറക്കി വിട്ടാൽ എന്റെ പണം നഷ്ടപ്പെടും. ഈ സിനിമ പൊട്ടുകയും ചെയ്യും. മമ്മൂട്ടിയുടെ ഗ്ലാമർ കാണാനും കൂടിയാണ് ആളുകൾ വരുന്നത്. ഇത് ശരിയാവില്ല. ഒച്ചയും ബഹളവും കേട്ട് ഓടിയെത്തിയ മേക്കപ്പ് മാൻ M. ദേവസിയോടും KRG രോക്ഷത്തോടെ ചോദിച്ചു, എന്താടോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? പെറ്റ തള്ള സഹിക്കുമോ ഈ കോലം കാണുമ്പോൾ? മൃഗയെ റിലീസാകുന്നതിന്റെ തലേദിവസം വരെ KRGക്ക് വാറുണ്ണിയുടെ കാര്യത്തിൽ നെഞ്ചിടിപ്പായിരുന്നു. ഒടുവിൽ ചിത്രം റിലീസായി ആദ്യ ഷോ കഴിഞ്ഞ് പുറത്തു വന്നവർ മൃഗയിൽ അഭിനയിച്ച നടൻ മമ്മൂട്ടിയല്ല എന്ന് ഒരേ സ്വരത്തിൽ ഏറ്റു പറഞ്ഞപ്പോഴായിരുന്നു KRGക്ക് ശ്വാസം വീണ് കിട്ടിയത്.